ഹായ് ഹലോ നമസ്കാരം. വെൽക്കം ടു വിനീസ് കിച്ചൺ. ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും. ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ട് ഈ ഒരു കൊല്ലം നമുക്ക് തുടങ്ങാം. സോ കുറെ കാര്യങ്ങൾ 2025 നടന്നു ആൻഡ് കുറെ അച്ചീവ്മെന്റ്സ്, കുറെ ലേണിംഗ് എക്സ്പീരിയൻസ്, കുറെ ഹാർട്ട് ബ്രേക്സ്, ഒരുപാട് കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ 2025 ആ ഒരു ഇയർ നമുക്കൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിട്ട് എടുത്തിട്ട് നമുക്ക് 2026 മുന്നോട്ടേക്ക് നടക്കാം. ആൻഡ് ഈ ഒരു വീഡിയോയില് എങ്ങനെയായിരുന്നു ഞങ്ങൾ സിമ്പിളായിട്ട് ഒരു ന്യൂ ഇയർ ആഘോഷിച്ചത് എന്നുള്ളത് കാണുന്നത്. രണ്ടാമത്തത് ഒരു സർപ്രൈസ് ആയിരുന്നു. ശരി, ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് സർപ്രൈസ് ഒക്കെ കഴിഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇൻട്രോ ആയിട്ട് പറയുന്നത്. സോ പിറന്നാളായിരുന്നു, അതേമാതിരി തന്നെ വെഡിങ് ആനിവേഴ്സറി ഞങ്ങളുടെ കഴിഞ്ഞു. ഇതൊന്നും തന്നെ നമ്മൾ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നില്ല, ബിക്കോസ് മുന്നേ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അപ്പോൾ പ്രത്യേകിച്ചിട്ട് പിറന്നാളൊക്കെ ഞാൻ ടോട്ടലി ഒന്നും തന്നെ ചെയ്യരുത്, എനിക്കൊന്നും വേണ്ട, അവൻ വന്നതിന് ശേഷം നമുക്ക് നോക്കാം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പൊ യെസ്, എല്ലാം കൂടി ക്ലബ് ചെയ്തിട്ട് നല്ല ഒരു എന്നെ കൊണ്ട് പറ്റുന്ന പോലെയുള്ള മൊമെന്റ്സ് ഒക്കെ ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. എല്ലാം ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ വൺസ് അഗൈൻ വിനീസ് കിച്ചൺ ഫാമിലി എല്ലാവർക്കും വെരി ഹാപ്പി ന്യൂ ഇയർ. സ്റ്റേ ബ്ലെസ്ഡ് എവ്രി വൺ. ഇനിയും നിങ്ങളുടെ ഡ്രീംസ് എല്ലാം തന്നെ ഈ ഒരു കൊല്ലമാവും കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച് ആൻഡ് ലെറ്റ്സ് സീ വാട്ട് ഐ ഹാവ് ക്യാപ്ചേർഡ്. വരും. അപ്പോൾ നമുക്ക് നമ്മുടെ ന്യൂ ഇയറിൻ്റെ ഫസ്റ്റ് വീഡിയോ നമുക്ക് തുടങ്ങാം. അപ്പോൾ വീട്ടിൽ ആദ്യം തന്നെ ഞാൻ വളരെ തീരുമാനിച്ചുറപ്പിച്ച കാര്യമായിരുന്നു, ലൈക്ക് എല്ലാവരും കിടന്നുറങ്ങി അങ്ങനെയുള്ള രീതിയിൽ ഒന്നും ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. ലൈക്ക് വി ഷുഡ് ബി വെരി ക്ലിയർ. നമ്മൾ വീട്ടിലെ എല്ലാ കാര്യങ്ങളും എങ്ങനെയാണോ എപ്പോഴും ചെയ്തുകൊണ്ടിരുന്ന അന്നത്തെ ദിവസവും അതേപോലെ തന്നെ ആയിരിക്കണം. അത് തലേ ദിവസം എത്ര വൈകി വന്ന് കിടന്നാലും കുഴപ്പമില്ല എന്നുള്ളത് വളരെ ഫോക്കസ്ഡ് ആയിരുന്നു ഈ കൊല്ലം. ബിക്കോസ് കുറച്ച് വൈകിട്ടൊക്കെ എണീക്കുന്നത് എല്ലാവർക്കും ശീലമാണല്ലേ, ബിക്കോസ് എല്ലാവരും ന്യൂ ഇയറിൻ്റെ തലേ ദിവസം പാർട്ടീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട്. ഞാൻ വളരെ ഫോക്കസ്ഡ് ആയിരുന്നു ഇപ്രാവശ്യം. ഇത് ജയശ്രീ വെങ്കട്ട് എന്ന് പറഞ്ഞ് ഞാൻ എപ്പോഴും പൂജയുടെ സ്റ്റഫൊക്കെ വാങ്ങിക്കുന്ന അവരുടെ അടുത്തുനിന്ന് ഇപ്രാവശ്യം നാട്ടിലേക്ക് ഞാൻ ഓർഡർ ചെയ്ത് വാങ്ങിച്ചതാണ്. ലക്ഷ്മി ദേവിയുടെ ഒരു വിളക്കും ഇപ്പുറത്ത് ഞാൻ എന്താണ് പറയുക, തുളസിത്തറയിലത്തുള്ള വിളക്കും സൂപ്പറായിരുന്നു. എല്ലാവർക്കും കണ്ട എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അവരുടെ അടുത്ത് വേണമെങ്കിൽ ഞാൻ ജയശ്രീ വെങ്കട്ടിൻ്റെ ഫോൺ നമ്പർ വീണ്ടും ടാഗ് ചെയ്യാം, നിങ്ങൾ അവരുടെ അടുത്ത് ചോദിച്ചോളൂ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലക്ഷ്മി ദേവിയുടെ വിളക്കാണ്. ആൻഡ് അങ്ങനെ മുകളിലേക്കായിട്ട് ഇരിക്കുന്നത് കൊണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. ആൻഡ് അതുമാത്രമല്ല, നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി കൂടിയിട്ട് ഡിസംബർ 31 ഒരു അതിഥി കൂടി വന്നിട്ടുണ്ടായിരുന്നു. കണ്ണേട്ടൻ എന്താ കാണിക്കണത് കണ്ണേട്ടാ? ഒരു തത്ത വന്ന ഇങ്ങനെ അതിനെ ഒന്ന് പുറത്തേക്കാക്കാൻ എൻ്റെ പൂച്ചകൾ കൊല്ലും. അതതിന് എണ്ണയാണ് വിചാരിച്ചത് നോക്കും, എന്നിട്ട് ഞാൻ അതിനെ പുറത്തേക്ക് ആവാഹിക്കും. കുട്ടിച്ചാത്ത സേവ. It's eating. അയ്യോ പാവം. I told you you need to eat something or else you will leave us crying. Hey. It's eating, man. Oh. Hi, mommy. Maybe hunger brought him in. Raju sir, it's eating. It's eating. It will bite you. Bite you, Raju. Sir. Don't do that. You were sitting there. You tried to grab it just now. That is not a parrot. Tell me Go, mommy. Go, mama. Go, mama. Mommy. Go. Only way. Yeah, leave open. Go, mommy. Go. Is everyone inside, mama? Trevor is there. Okay. ബാക്കി എല്ലാം ഓക്കെ. I got it. പൂച്ചോട് പോയി കഴിഞ്ഞാൽ തോന്നണല്ലോ. Kichu, call Trevor. Kichu. That boy is so scared. അയ്യോ കിച്ചൻ. Oh my goodness, he's going to eat. തത്തമ്മയ്ക്ക് ടോപ്പ് നോച്ചിന്റെ ജിലേബി കാണിച്ചു കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? എന്നിട്ട് എന്ത് ചെയ്യാനാണ്? ഞാൻ പുറത്ത് പോയി കഴിക്കും. Thank you. Guest is over. Finish? Yeah. It went?
അങ്ങനെ കണ്ണേട്ടൻ്റെ മിമിക്രിയും തത്തയ്ക്ക് ജിലേബിയൊക്കെ കൊടുത്ത് തത്തയെ പറഞ്ഞയച്ചു. ഇല്ലെങ്കിൽ പൂച്ചകളൊക്കെ കൂടിപ്പാടെ അതിനെ പെറിച്ച് തിന്നും. അത് കഴിഞ്ഞ് നമ്മൾ 31st നമ്മൾ സ്പെൻഡ് ചെയ്യാൻ പോയത് ഇപ്രാവശ്യം ന്യൂ ഇയർ നമ്മൾ തുടങ്ങാമെന്ന് വിചാരിച്ചത് ഗ്ലോബൽ വില്ലേജിൽ നിന്നാണ്. അപ്പോൾ കണ്ണേട്ടൻ്റെ ബ്രദറും ഫാമിലിയും അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. സോ ബ്രദർ ഫാമിലി എന്ന് പറയുമ്പോൾ നിങ്ങൾ പോയ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും കവിത ചൊല്ലിയ മണിക്കുട്ടൻ്റെ ഫുൾ നെയിം എന്താ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ശരിക്കുള്ള പേരെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മണിക്കുട്ടൻ്റെ ശരിക്കുള്ള പേര് രാജേഷ്. അപ്പോൾ രാജീവ്, രാജേഷ്, രതീഷ് അങ്ങനെയാണ് വിളിക്കുന്നത്. കണ്ണൻ, മണിക്കുട്ടൻ, രച്ചു ഇങ്ങനെയാണ് വിളിക്കുന്നത്. ഓക്കെ. അപ്പോൾ മണിക്കുട്ടനും ശ്രീജ വൈഫ്, അപ്പു ആരാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ മോനാണ് അപ്പു. അപ്പോൾ അവരെല്ലാവരും ഗ്ലോബൽ വില്ലേജിലേക്ക് എത്താമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇവിടുന്ന് ഗ്ലോബൽ വില്ലേജിലേക്ക് പോയി. അങ്ങനെ നമ്മൾ ഗ്ലോബൽ വില്ലേജിൽ ഇപ്രാവശ്യം ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി പോവുകയാണ്. ഞങ്ങൾക്ക് ഗ്ലോബൽ വില്ലേജ് ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, എനിക്കും പിള്ളേർക്കും. കണ്ണേട്ടന് ആ വഴിക്ക് താല്പര്യമില്ല, പക്ഷേ എനിക്കും പിള്ളേർക്കും ഒരേ ഒരു ലക്ഷ്യം, ഓരോ പ്രാവശ്യം ഗ്ലോബൽ വില്ലേജിൽ പോകുമ്പോഴും പുതിയ സാധനങ്ങൾ ട്രൈ ചെയ്യണം. അവിടെ ഒരുപാട് പുതിയ സാധനങ്ങൾ വന്നിട്ടുണ്ടാവും. അതൊക്കെ ഞങ്ങൾ റീല് നോക്കി മനസ്സിലാക്കും. ഓക്കെ. എന്നിട്ട് നമ്മൾ ആ സംഭവങ്ങളൊക്കെ ട്രൈ ചെയ്യാനാണ് പോകുന്നത്. ഇനിയിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കയറി ചെന്ന ഉടനെ തന്നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ യൂറോപ്യൻ കഫേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കഫേ നിങ്ങൾക്ക് കാണാം. ചിറോസ് ആൻഡ് യൂറോപ്യൻ കഫേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം കാണാം. അവിടെ ഇതെല്ലാം തന്നെ അതാത് ഫ്ലേവറുടെ ഐസ്ക്രീം ഉള്ളിൽ വെച്ചിരിക്കുന്ന ഒരു എന്താ പറയുക, ആ ഫ്രൂട്ട് കട്ടോട് കൂടിയിട്ട് നല്ല ഒരു എസൻസോട് കൂടിയിട്ടുള്ള ഒരു എന്താണ് ഐസ്ക്രീമാണ് വെച്ചിരിക്കുന്നത്. ഞങ്ങൾ അതിൽ സെലക്ട് ചെയ്തത് ഓറഞ്ച്, ഒരു മാംഗോ ആൻഡ് സ്ട്രോബെറി. എന്ന് വെച്ചാൽ ഇതിനെ കുറിച്ചിട്ടാണ് ഒരുപാട് കമൻസ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു മാംഗോ വാങ്ങി, ഒരു ഓറഞ്ച് വാങ്ങി, ഒരു സ്ട്രോബെറി വാങ്ങി. നിങ്ങൾ ഗ്ലോബൽ വില്ലേജ് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമുക്ക് പലതരം ഫുഡ് കഴിക്കാൻ പറ്റും. ഓക്കെ. പക്ഷേ ഒരുപാട് വാങ്ങി കഴിക്കരുത്. എല്ലാം ടേസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെയും ഓരോ സാമ്പിൾ മാത്രം വാങ്ങിയിട്ട് എല്ലാവരും കൂടി കഴിച്ചാൽ നമുക്ക് അങ്ങനെ വയറെന്നറിയില്ല. ഇല്ലെങ്കിൽ എന്താവുമെന്നറിയോ, ഒരു സ്ഥലത്ത് പോയിട്ട് തന്നെ എല്ലാം കൂടി കഴിച്ചിട്ട് ഒറ്റ രീതിക്ക് തന്നെ എല്ലാം വയറെന്നറിഞ്ഞു പോകും. പിന്നെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സംഭവം എന്താണ്, ചോക്ലേറ്റ്, അതായത് വൈറ്റ് ചോക്ലേറ്റ് കോട്ട് ചെയ്തിട്ടുള്ള ഒരു ക്രസ്റ്റ്, അതിൻ്റെ ഉള്ളിൽ മാങ്ങയാണെങ്കിൽ മാങ്ങയുടെ ഒരു എന്താണ് പൾപ്പോട് കൂടിയിട്ടുള്ള ഒരു ജാം പോലെ, അതിൻ്റെ മുകളിലൊരു ഐസ്ക്രീം. ഇതാണ് സംഭവം. ഓക്കെ. അങ്ങനെ അത് മാംഗോ വാസ് ഓക്കെ. ഞങ്ങളെല്ലാവരും അത് ട്രൈ ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം കിച്ചുവിൻ്റെ ഫേവറേറ്റ് ആണ് സ്ട്രോബെറി. അപ്പോൾ കിച്ചു പറഞ്ഞു അതൊന്ന് ട്രൈ ചെയ്യണം എന്ന് പറഞ്ഞു. എനിക്ക് സ്ട്രോബെറി ഫ്ലേവർ അധികം ഇഷ്ടമല്ല, പക്ഷെ അവന് ഭയങ്കര ഇഷ്ടമായി. അപ്പം ഞാനൊന്ന് ട്രൈ ചെയ്തു എന്ന് മാത്രം. മുന്നേ പറഞ്ഞു അവൻ കണ്ട റീലിൽ ഇതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്. അതിൽ മസ്റ്റ് ട്രൈ എന്ന് പറയുന്നത് ഓറഞ്ചാണ് അമ്മേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞ പോലെ തന്നെ ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും സൂപ്പർബായിരുന്നു ഓറഞ്ച്. ഇത് ആ ഒരു ഓറഞ്ച് ഫ്ലേവറൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടമാവും. എന്തായാലും നിങ്ങൾക്ക് അതിനെ ആ ഫ്ലേവർ ഇഷ്ടമാവും. പക്ഷേ നമ്മളിതൊക്കെ കഴിച്ച് ഇത്രയും എന്താണ് പറയുക, ഫേമസ് ആയിട്ടുള്ള യൂറോപ്യൻ കഫേയിൽ വന്നിരുന്ന് ഇതൊക്കെ കഴിച്ചില്ലേ, ഒരാളുണ്ട് ഇതൊന്നും ഇഷ്ടപ്പെടാത്ത ഒരാൾ. ആ ആൾക്ക് ക്യാപ്പിച്ചീനോ എന്ന് പറയുന്ന സംഭവം മാത്രം ഇഷ്ടപ്പെടുന്ന ഒരാൾ. ഞങ്ങൾ ഇങ്ങനെയൊക്കെ ആസ്വദിച്ച് കഴിക്കണ്ടേ, ഒരു വികാരവും ഇല്ലാണ്ട് ഒരു മനുഷ്യൻ അവിടെ ഇരുന്ന് ക്യാപ്പിച്ചീനോ കുടിച്ചു. എന്ത് ചെയ്യാൻ പറ്റും, ഇഷ്ടേ അല്ല, ഏതൊരു കാര്യവും ട്രൈ ചെയ്യില്ല. അതായത് എന്താണ്, മൂപ്പരുടേതായിട്ടുള്ള ഒരു ഇതുണ്ട്. അതല്ലാതെ വേറെ വിഭവങ്ങൾ ട്രൈ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കണ്ണേട്ടൻ്റെ പാലറ്റ് അങ്ങനെയാണ്. പക്ഷേ ബാക്കിയുള്ള ലോകത്ത് എവിടെ പോയാലും കഴിച്ചോളും. പക്ഷേ ചില ഇഷ്ടങ്ങളുണ്ട്, അത്ര തന്നെ. നമ്മൾ അടുത്തത് പോകുന്നത് ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്കാണ്. ഓക്കെ. അവിടെ നമുക്ക് സ്ഥിരമായിട്ടുള്ളൊരു കടയുണ്ട്. ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് സ്ഥിരമായിട്ടുള്ള സംഭവമാണ്. അവിടെ 20, 25, 30 മിനിറ്റ് ആണെങ്കിലും ആ ക്യൂവിൽ നിന്നിട്ട് നമ്മൾ വാങ്ങിക്കാൻ പോകുന്ന സാധനം ഓരോ ഗ്ലോബൽ വില്ലേജിൽ വീഡിയോയിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സാം എന്ന് പറയുന്ന കടയിലത്തെ മസിൽസ്, അതായത് കക്ക. ഇത് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക്. ഒരുപാട് സ്ഥലത്ത് ഈ കക്കകൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. പക്ഷേ സാമിലത്തെ പ്രിപ്പറേഷൻസ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് മാത്രമല്ല എല്ലാത്തിനെയും 4 പീസ് വെച്ച് ഞങ്ങൾ വാങ്ങിക്കാറുണ്ട്. അതായത് ബട്ടർ ഗാർലിക്, ചില്ലി,
തായ് സോസ് എല്ലാത്തിൻ്റെയും നമ്മൾ വാങ്ങിക്കാറുണ്ട്. അവരുടെ ഗ്രിൽഡ് മസിൽസ് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക്. ഇത് പുതിയതാണോ എന്ന് ചോദിച്ചാൽ പുതിയതല്ല, ഇത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് ഞങ്ങൾ ക്യൂ നിന്ന് വാങ്ങിക്കുന്ന ഒരു സംഭവമാണ്. അതേപോലെ തന്നെ അവിടെ പ്രോൺസ് ഉണ്ട്, അവിടെ സാറ്റേ ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് അവിടുത്തെ സാംസാമിലത്തെ ഇത് മാത്രമാണ് ഇഷ്ടം. അപ്പോൾ ക്യൂ നിൽക്കാൻ ഞാൻ തുടങ്ങി. ബിക്കോസ് 10-30 മിനിറ്റ് ക്യൂ നിൽക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾക്കിത് കിട്ടുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഓരോന്നും വാങ്ങി. അപ്പോൾ എല്ലാത്തിനെയും 4 പീസാട്ടോ കിട്ടുക. അപ്പോഴേക്കും മണിക്കുട്ടനും ശ്രീജിയും അപ്പുവും ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. മണിക്കുട്ടനും അപ്പുവും ഇത് ആദ്യമായിട്ടാണ് മസിൽസ് ട്രൈ ചെയ്യുന്നത്. അവർ പ്രോൺസൊക്കെ കഴിക്കും, പക്ഷേ ശ്രീജ ഇസ് പ്യുവർലി ചിക്കൻ മാത്രമേ കഴിക്കുള്ളൂ. ശ്രീജ ഫിഷ് കഴിക്കില്ല. അപ്പോൾ ശ്രീജ ഇതൊന്നും ട്രൈ ചെയ്തില്ല. ഞങ്ങൾ പിന്നെ എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഇത് കഴിച്ചത്. അപ്പോൾ അപ്പുവിൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് മസിൽസ് കഴിക്കുന്നത്, മണിക്കുട്ടൻ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് മസിൽസ് കഴിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു അവർക്ക്. ഇങ്ങനെ വിധത്തിലും തരത്തിലുള്ള നമുക്ക് ഫുഡൊക്കെ ഗ്ലോബൽ വില്ലേജിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും. ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റുന്ന കാര്യമല്ല. ഒരു ദിവസം വന്നിട്ട് നിങ്ങൾ പാവിലിയൻസ് മുഴുവൻ കാണുക. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫുഡുകൾ മാത്രം കഴിക്കാൻ വരിക. അത് കഴിഞ്ഞതിന് ശേഷം പർച്ചേസിന് മാത്രം വരിക. അത് കഴിഞ്ഞതിന് ശേഷം കളിക്കാൻ മാത്രം വരിക. ഇങ്ങനെ നിങ്ങളുടെ ടൈം നമുക്ക് കുറേ സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും വാങ്ങി നമ്മൾ നേരെ അങ്ങോട്ടേക്ക് ചെന്നു. അവരെല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ നമ്മൾ അപ്പുവിന് എങ്ങനെയാണ് ഇത് കഴിക്കേണ്ടത്, എന്താണ് ടേസ്റ്റ് എന്നുള്ളതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിച്ച് കൊടുത്തു. ആൻഡ് ശ്രീജയ്ക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു, ബിക്കോസ് സീ ഫുഡ് ആയതുകൊണ്ട് അത് എങ്ങനെ അക്സെപ്റ്റ് ആവും എന്നുള്ളത്. പക്ഷേ അവൻ പ്രോൺസ് ഇഷ്ടപ്പെട്ട് കഴിക്കുന്നതുകൊണ്ട് ഇത് വലിയ വിഷയമാവില്ല എന്ന് ശ്രീജയെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി. സോ യെസ്, അങ്ങനെ മണിക്കുട്ടനും അപ്പുവും കൂടിയിട്ട് അത് ട്രൈ ചെയ്തു. ആൻഡ് ട്രസ്റ്റ് മീ, അവന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ബിക്കോസ് ആ ടേസ്റ്റ് അങ്ങനെ തന്നെയാണ്. പിന്നെ എൻ്റെ മക്കളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും അവിടെ ചെല്ലും. മനു കുറച്ച് എക്സ്ട്രീമാണ്. അവന് ഒരുപാട് ഇഷ്ടമാണ് പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യൽ മാത്രമല്ല, ആ ചെക്കൻ കെനിയയിൽ വളർന്നതുകൊണ്ടാണോ തോന്നുന്നു അവൻ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഫോർ എക്സാമ്പിൾ, ഇത് അവൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആണ്, ബേബി ഒക്ടോപ്പസ്. അവിടെ ആൾക്കാർ മുഴുവൻ ഇതിന് ക്യൂ ആണ്. പക്ഷേ എനിക്ക് പറ്റില്ല, കണ്ണേട്ടനും പറ്റില്ല, അതേമാതിരി തന്നെ എന്താണ് പറയുക, കിച്ചുവിനും പറ്റില്ല. കാണാനും ഇതൊക്കെ ഒരു ഓക്കെ, നമുക്കൊരു കൗതുകം തന്നെയാണ്. ആൾക്കാർ ക്യൂ നിന്നിട്ട് മരിക്കുന്ന ഒരു സംഭവമാണ് ഇതിന്. എനിക്ക് ധൈര്യമേ ഉണ്ടായിട്ടില്ല. എന്തോ ഒരു ഉണ്ണിയപ്പം പോലുള്ള ഒരു സാധനത്തിൻ്റെ മുകളിലാണ് ഇത് നിൽക്കുന്നത്. ഇതിൽ മെയിനായിട്ട് എന്താണ് പറയുക, മുകളിൽ ഒഴിക്കുന്ന സോസുകൾക്കാണ് പ്രത്യേകത. ഓക്കെ, ആ സോസുകൾ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ സീവീഡ്, അതായത് കടൽപ്പായലുണ്ടല്ലോ, അതും ഇട്ടിട്ടാണ് ഇവർ തരുന്നത്. അപ്പോൾ എല്ലാം കൂടിയിട്ട് ഒരു ഭയങ്കര സ്ട്രോങ് ഫ്ലേവറാണ് തോന്നുന്നുണ്ട് സംഭവം. ഇത് മനുവിൻ്റെ ജീവനാണ്. ഈ കുട്ടി എങ്ങനെയാണ് കഴിക്കാൻ പഠിച്ചതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ യെസ്, ഗ്ലോബൽ വില്ലേജിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന് ഈ ഒരു ഒക്ടോപ്പസ് കഴിക്കാതെ അവന് പറ്റില്ല. അതും എന്താണ് പറയുക, അവൻ മേക്ക് ഷുവർ ചെയ്യും ഈ ഒരു സാധനം കഴിക്കണം എന്നുള്ളത്. ആൻഡ് ഈ ഒരു പ്ലേറ്റ് എന്താണ് പറയുക, ഷെയർ ചെയ്യാതെ തന്നെ കഴിക്കാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ഞങ്ങൾ ആരും പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല എന്നുള്ളത് അവന് നല്ലപോലെ അറിയാം. നല്ല ചൂടാണത്രേ, ഉള്ളിൽ എന്തൊക്കെയോ ചൂയിയായിട്ട് കഴിക്കണം എന്നാണ് പറയുന്നത്. സോ നമ്മൾ നേരെ അതും എടുത്തിട്ട് നേരെ അവരുടെ അടുത്തേക്ക് പോയി. എന്താണ് പറയുക, ആദ്യമായിട്ടാണ് മണിക്കുട്ടനും അപ്പുവൊക്കെ ഒക്ടോപ്പസ് കാണുന്നത്. What is this? That is seaweed. It's a seaweed, man. You could have all 6 of this. Kaikira. Not me. Nice. Try, Rajiv-san. I'll try one bite. എനിക്ക് ഈ സാധനം കണ്ടാൽ തന്നെ അറിയാം. One bite. ശരിക്കും Right. ഭയങ്കരമായിട്ട് ചവയ്ക്കണം കേട്ടോ. നന്നായി ചവയ്ക്കണം. സ്വാമി മണിക്കുട്ടനെ അവൻ കൺവിൻസ് ചെയ്തിട്ട് ഒരുവിധം അത് കഴിപ്പിച്ചു. അതോട് കൂടിയിട്ട് അവന് മടുത്തു.
അവിടുന്ന് നമ്മൾ നേരെ കോക്കനട്ടിൻ്റെ ഒരു കംപ്ലീറ്റ് ബാസ്ക്കറ്റാണ് വാങ്ങിക്കാൻ വേണ്ടി പോയത്. കോക്കനട്ട് ഐസ്ക്രീം, കോക്കനട്ടിൻ്റെ വെള്ളം താഴെ, അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മാംഗോസ്, പിന്നെ എന്തൊക്കെയോ ഇട്ടിട്ടുള്ള ഒരു ഫുൾ കോക്കനട്ട് ഐസ്ക്രീം ബാസ്ക്കറ്റാണ്. കണ്ണേട്ടൻ അതിൻ്റെ ഫോട്ടോ കണ്ടിട്ടാണ് അത് വേണമെന്ന് പറഞ്ഞത്. പക്ഷേ അതിലും ഒരു മഞ്ഞ കളർ ഐസ്ക്രീം ഉണ്ടായിരുന്നു അത്രേ. പക്ഷേ ഇതിലിപ്പോൾ മഞ്ഞ കളർ ഐസ്ക്രീമിന് പകരം അവർ മാങ്ങ വെച്ചു എന്നാണ് കണ്ണേട്ടൻ്റെ പരാതി. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ അതേപോലെ തന്നെ. ഞാൻ ഫോട്ടോ നോക്കിയപ്പോൾ എനിക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നിയില്ല. കണ്ണേട്ടൻ പറയണു അതിൽ മാങ്ങ ഉണ്ടായിരുന്നു, മാങ്ങ ഐസ്ക്രീം ഉണ്ടായിരുന്നു എന്ന്. ഒരുവിധം അത് വാങ്ങിച്ച് കഴിച്ചു. എന്താ വെച്ചാൽ ഒരെണ്ണം വാങ്ങിയിട്ട് ഷെയർ ചെയ്യുക. ഞാൻ പറഞ്ഞില്ലേ, ഒരെണ്ണം വാങ്ങിയിട്ട് എല്ലാവരും ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പലതും നമുക്ക് കഴിക്കാൻ പറ്റും. ഒരാൾ ഇത് മാത്രം അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ട്രൈ ചെയ്യാൻ പറ്റില്ല. അതാണ് ഉണ്ടാവുക. 1 minute. അപ്പം അതിൽ കണ്ട ഉണ്ടമാങ്ങ ഇവിടെ ഒരു അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും തന്നെ നമ്മുടെ ഇന്ത്യ ന്യൂ ഇയർ ആയിട്ടുണ്ടായിരുന്നു. ഓരോ മണിക്കൂറിലും ഏതൊക്കെ രാജ്യത്തിൽ ന്യൂ ഇയർ ആവുന്നോ ആ രാജ്യത്തിൻ്റെ സമയത്തൊക്കെ അവർ ഫയർ വർക്ക്സ് ചെയ്യും. ഇപ്രാവശ്യം ഡ്രോൺ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടാണ് അവർ കാണിക്കുന്നുണ്ടായിരുന്നത്. പ്ലസ് എന്താണ് പറയുക, നമ്മുടെ കൺട്രിയിലത്തെ ഏതെങ്കിലും ഒരു മോണ്യുമെൻറ്റ് പോലെയോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. ഇപ്രാവശ്യത്തെ അവരുടെ ആ ഒരു ന്യൂ ഇയർ വെൽക്കം ചെയ്യുന്നത് അങ്ങനെയായിരുന്നു. ഫുൾ ഡ്രോൺ വെച്ചിട്ടായിരുന്നു കളി. ആൻഡ് ഓരോ രാജ്യത്തെ ന്യൂ ഇയർ ആവുന്ന സമയത്ത്, അതായത് ഹാപ്പി ന്യൂ ഇയർ ഇന്ത്യ, ഹാപ്പി ന്യൂ ഇയർ ബംഗ്ലാദേശ്, ഹാപ്പി ന്യൂ ഇയർ ഫിലിപ്പൈൻസ്, ഹാപ്പി ന്യൂ ഇയർ ഓസ്ട്രേലിയ, അങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. സോ നമ്മുടെ ഇന്ത്യയുടെ ഇത് വന്ന സമയത്ത് മയിലായിരുന്നു കേട്ടോ. ആൻഡ് ട്രസ്റ്റ് മീ, ഇതെല്ലാം ഡ്രോണിലാണ് അവർ ചെയ്യുന്നത്. ആ ഡ്രോണ് വന്ന് നിൽക്കുന്നതും ആ ഡ്രോണ് തിരിച്ചു പോകുന്നതും ഒക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. നല്ലൊരു അനുസരണ ഫീൽ ഉണ്ടായിരുന്നു. അവിടുന്ന് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ഇന്ത്യൻ പെവിലിയൻ്റെ അവിടേക്കാണ് നടന്നത്. അതായത് നമ്മൾ പെവിലിയൻ്റെ ഉള്ളിലേക്ക് ഒന്നും പോകുന്നില്ല. ഇപ്രാവശ്യം നമ്മുടെ ടാർഗറ്റ് എന്താണ്? ഫുഡ് കടി. ഓക്കെ, ഫുഡ് അടിക്കുക എന്നുള്ളത് മാത്രമാണ്. ഇനി നമ്മൾ പർച്ചേസിന് വരും, അത് വേറെ. അത് കഴിഞ്ഞതിന് ശേഷം പെവിലിയൻ കാണാൻ വരും, അതും വേറെ. ഓക്കെ, അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരാൻ പറ്റും. 10 മിനിറ്റിൻ്റെ വ്യത്യാസമേ ഉള്ളൂ ഗ്ലോബൽ വില്ലേജും നമ്മുടെ വീടും കൂടിയിട്ട്. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഇന്ത്യ പെവിലിയൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പറാത്ത ബൺസ് എന്ന് പറയുന്ന ഷോപ്പിലേക്കാണ്. ഇത് നമ്മൾ റീലിൽ കൂടെ കണ്ടതാണ്, ഭയങ്കര ഫേമസ് ആണ്. നമ്മുടെ പൊറോട്ടയില്ലേ, ആ പൊറോട്ടയുടെ ഇടയിൽ സാൻഡ്വിച്ച് പോലെ ആക്കിയിട്ട് തരുന്നതാണ് ഈ സംഭവം. ഓക്കെ, അപ്പോൾ ഇത് ഭയങ്കര ഫേമസ് ആയിട്ട് റീലിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയത്. അപ്പോൾ ഞാനും ശ്രീജിയും എല്ലാവരും ഒരു ക്രിസ്പി ചിക്കൻ പറഞ്ഞു. പിള്ളേർ എല്ലാവരും കൂടിയിട്ട് എന്തോ ഒരു ഷ്രെഡഡ് ബീഫോ എന്തോ ഒരു കാര്യം പറഞ്ഞു. അപ്പോൾ നമ്മൾ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. Nice. Guys, fry. You guys have, your beef is coming. This is paratha burger bunch, crunch cream chicken. Yeah, എല്ലാവരും അങ്ങനല്ല, ചെറിയ വാങ്ങി. It was a taste. Nice, very good. Your beef is coming. Thank you. You said you didn't like beef. That's chicken. Wait, that's chicken? Yeah. ഇന്ന് പക്ഷേ ബാച്ചിലേഴ്സിനെ സമ്മതിക്കാത്തതുകൊണ്ട് തിരക്ക് ഭയങ്കര വ്യത്യാസം. നടക്കാൻ പറ്റില്ല അവിടെ. അതന്നെ ഞാൻ പറഞ്ഞ ക്രൗഡ് കൺട്രോളാണ്. ക്രൗഡ് കൺട്രോൾ. കഴിച്ചോക്കടേ. സോ പിള്ളേരുടെ ബീഫ് വന്നു, അവർക്കും അത് ഇഷ്ടമായിരുന്നു. യെസ്, ആ റീലിൽ കണ്ട പോലെ തന്നെ നമുക്ക് അവർക്ക് ഒരുപാട് ചോയ്സ് ഉണ്ട് കേട്ടോ. മുട്ടയുണ്ട്, അതേമാതിരി തന്നെ ബീഫുണ്ട്, ചിക്കൻ ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. പിള്ളേർ അതൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കളിക്കുന്ന സെക്ഷനിലേക്ക് പോയി. ഇപ്രാവശ്യം വളരെ ക്ലിയർ ആയിരുന്നു. നമ്മൾ എന്ത് ജയിച്ചാലും എന്ത് വിജയിച്ചാലും വലിയ എന്താണ് പറയുക, സ്റ്റഫ്ഡ് ടോയ്സും കൊണ്ട് വീട്ടിലേക്ക് വരില്ല എന്നുള്ളത് വളരെ ക്ലിയർ കട്ട് ഫോക്കസ്ഡ് ആയിരുന്നു. എന്താ കാരണം എന്ന് വെച്ചാൽ ഓരോ പ്രാവശ്യവും
കളിച്ച് കഴിഞ്ഞതിന് ശേഷം വലിയ വലിയ ടോയ്സ് കിട്ടും. അതും കൊണ്ട് പോക്കി തിരിച്ച് വീട്ടിലേക്ക് വന്ന് അതിനെവിടെ വെക്കേണ്ടതെന്ന് അറിയാണ്ട് കിടന്ന് കഷ്ടപ്പെടുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സോ നമ്മൾ കാർണിവൽ പോകുന്നു, കാർണിവലെല്ലാം കാണുന്നു, കാർണിവലെല്ലാം ചെയ്യുന്നു, കളിക്കുന്നു, പിടിക്കുന്നു, ഒക്കെ ശരി. നമുക്ക് ഗിഫ്റ്റ് കിട്ടിയാൽ നമ്മൾ അവരുടെ അടുത്ത് തന്നെ തിരിച്ചു കൊടുത്തിട്ട് വരും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ വെച്ചാൽ ഓരോന്നും വലുത് കൊണ്ടുവന്നിട്ട് അടുത്ത ദിവസം നമ്മൾ പെടുന്ന പാടെൻ്റെ ഗുരുവായൂരപ്പ, ഇവരെ കൊണ്ടുപോകും, അവരെ കൊണ്ടുപോകും, നമുക്കാണെങ്കിൽ വീട്ടിൽ ചെറിയ കുട്ടികളും ഇല്ല, ആരെങ്കിലും എടുത്തിട്ട് പോയിന്, ആരെങ്കിലും എടുത്തിട്ട് പോയിന്ന് പറഞ്ഞിട്ട് ദണ്ണിച്ച് എനിക്ക് മടുത്തു. ആ സമയം ആർക്കെങ്കിലും അവിടെ തന്നെ വല്ലവർക്കും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെടുത്തിട്ട് പോയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടതായി. ഇത് നടന്ന് ഒരുപാട് ദൂരം നടക്കാനുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ പോയിട്ട് കണ്ടുപിടിച്ച ഒരു കാര്യം, അതായത് കണ്ടുപിടിച്ചത് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷേ നമ്മൾ അവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയണ്ടായിരുന്നില്ല. ഇറ്റ് ഈസ് ബിറ്റ്വീൻ ദ ലൈൻസ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അത് ജാപ്പനീസ് സാൻഡ്വിച്ച് ആണ്. ഓക്കെ, നമ്മൾ ഒരുപാട് ജാപ്പനീസ് വ്ളോഗ്സിൽ ഇത് കണ്ടിട്ടുണ്ട്, പക്ഷേ ഗ്ലോബൽ വില്ലേജിൽ ഇത് ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. സോ ബിറ്റ്വീൻ ദ ലൈൻസ് എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ അത് ജാപ്പനീസ് സാൻഡ്വിച്ചിൽ പെടുന്ന ഒരു സംഭവമാണ്. വലിയ ബ്രെഡാണ് അവരത് എടുക്കുന്നത്. അതിൻ്റെ ഉള്ളിലേക്കായിട്ടുള്ള രീതിയിൽ ഒരു കട്ട് കൊടുക്കും. ആ കട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഇടയിൽ ഫില്ല് ചെയ്തിട്ട് കംപ്ലീറ്റ് വിപ്പിംഗ് ക്രീം അതിൻ്റെ മുകളിലേക്ക് വെക്കും. അത് പലതരം ഫ്ലേവേഴ്സിൽ അവർ വരുന്നുണ്ട്. അതിൽ നമ്മൾ സെലക്ട് ചെയ്തത് ഒറിജിനലാണ്. ഒറിജിനൽ ഇസ് ഓൾവേസ് സ്ട്രോബെറിയാണ്, വിപ്ഡ് ക്രീം ആൻഡ് സ്ട്രോബെറിയാണ് വരുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര മധുരമായിട്ട് തോന്നി. ഭയങ്കര മധുരം എന്ന് പറഞ്ഞാൽ ഭയങ്കര മധുരം. പക്ഷേ കണ്ണേട്ടന് ഇഷ്ടമായി, കിച്ചുവിന് ഇഷ്ടമായി, മനുവിന് ഇഷ്ടമായി എന്ന് പറഞ്ഞില്ലേ. എനിക്കും ശ്രീജയ്ക്കും സോ എന്നുള്ള രീതിയിലായിരുന്നു. ബിക്കോസ് മേ ബി ഞങ്ങൾ രണ്ടുപേരും അത്രയ്ക്ക് മധുരം, ഈ ഒരു കുത്തന മധുരം കഴിക്കാൻ ഇഷ്ടപ്പെടാത്തതിൻ്റെ കാരണം കൊണ്ടായിരിക്കും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഓക്കെ കൈൻഡ് ഓഫ് എന്നുള്ള രീതിയിലേ എനിക്ക് തോന്നിയുള്ളൂ. ഈ പറയുന്ന അവിടെ ഇനിയിപ്പോൾ ഒറിജിനൽ ആയിട്ടുള്ള രീതിയിൽ ജപ്പാനിൽ പോയി കഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. പക്ഷേ കേട്ടിട്ടുണ്ട് ദിസ് വൺ ഇസ് വെരി ഫേമസ് എന്നുള്ള രീതിയിൽ കേട്ടിട്ടുണ്ട്. സോ ബിറ്റ്വീൻ ദ ലൈൻസ് എന്ന് പറഞ്ഞ ഉടനെ തന്നെ നമുക്കൊന്ന് ട്രൈ ചെയ്യാം എന്നുള്ള രീതിയിലായിരുന്നു. അവിടുന്ന് നമ്മൾ വേഗം ഓടിയത് എന്താ കാരണം എന്ന് വെച്ചാൽ UAEയുടെ ഹാപ്പി ന്യൂ ഇയർ ആയിട്ടുണ്ടായിരുന്നു. ആൻഡ് യെസ്, ഹാപ്പി ന്യൂ ഇയർ കണ്ട് എല്ലാവരും വിഷ് ചെയ്ത് എല്ലാവരും തമ്മിൽ വിഷ് ചെയ്യലും എല്ലാ കാര്യങ്ങളും നടന്നു. ഇറ്റ് വാസ് വെരി ക്രൗഡഡ്. അങ്ങനെ 31st നമ്മൾ അവസാനിപ്പിച്ചു ഗ്ലോബൽ വില്ലേജിൽ. അടുത്ത ദിവസം ന്യൂ ഇയറിൻ്റെ ദിവസം ഇവരൊരു സർപ്രൈസ്, അച്ഛനും മക്കളും കൂടിയിട്ട് ഒരു സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടിയാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ അതറിയാതെ കിച്ചുവിൻ്റെ വായിൽ നിന്ന് വന്നു പോയതുകൊണ്ട് ഇത് സർപ്രൈസായിട്ട് നിന്നില്ല. അപ്പോൾ അവർ പ്ലാൻ ചെയ്തത് പ്യോർ ജാപ്പനീസ് റെസ്റ്റോറൻറ്റിലേക്കായിരുന്നു. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഓറിഗാമി, അതായത് കേട്ടിട്ടുണ്ട് അവരുടെ സ്പെഷ്യാലിറ്റി ഭയങ്കരമാണെന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു റെസ്റ്റോറൻറ്റാണ് ഒറിഗാമിയിൽ എപ്പോഴെങ്കിലും പോകണം എന്നുള്ളത്. ബിക്കോസ് ഇറ്റ് ഈസ് എ ട്രഡീഷണൽ ജാപ്പനീസ് റെസ്റ്റോറൻറ്റ്. അത് ഇപ്പോൾ ജാപ്പനീസ് ക്വിസീൻ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ആൻഡ് ഒറിഗാമി ജുമേറയിലാണ്. നിങ്ങൾക്ക് ഒരുപാട് പുതിയ വെറൈറ്റീസ് പലതും നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റും. ഒറിജിനൽ അവരുടെ സിഗ്നേച്ചർ റെസിപ്പീസ് കുറച്ചുണ്ട്. അതല്ലാതെ ഒറിജിനൽ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ അവരുടെ ആംബിയൻസ് ആയിക്കോട്ടെ, അവരുടെ ആ ഒരു നമുക്ക് തരുന്ന ആ ഒരു ഗുഡ് ഫീൽ, പോസിറ്റീവ് ഫീൽ ആയിക്കോട്ടെ, എല്ലാം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് ജുമേറയിൽ ഒറിഗാമിനെ കുറിച്ചിട്ട്. ആൻഡ് അവരുടെ ആ ഒരു 2-3 പ്രാവശ്യം ഞാൻ ആരുടെയോ വീട്ടിൽ പോയപ്പോൾ ഓർഡർ ചെയ്തിട്ട് അവരുടെ ചില ഫുഡുകൾ ഞാൻ കഴിക്കാനിടയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് പോയി കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഇവർ എൻ്റെ പിറന്നാൾ അന്ന് അവിടെ വെച്ചിട്ട് ചെയ്യാമെന്നുള്ള രീതിയിൽ ഡിസൈഡ് ചെയ്തിട്ടൊക്കെയായിരുന്നു. മെനു വാസ് എക്സലൻറ്റ്. നമുക്ക് എന്താ ഓർഡർ ചെയ്യേണ്ടതെന്ന് ക്ലിയർ ആയിട്ട് അറിയാമായിരുന്നു. യെസ്, അവരുടെ ഫസ്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള
അവരുടെ ക്രാബ് സാലഡ്. ഇത് മസ്റ്റ് ട്രൈ ആണ്. ഇനി നിങ്ങൾ പോകുന്നുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഐ ഹൈലി റെക്കമെൻഡ് 200 to 300% യു ഹാവ് ടു ട്രൈ ദെയർ ക്രാബ് സാലഡ്. ഇറ്റ് ഈസ് എ ബാങ് ഓൺ ഡിഷ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യേണ്ടത് അവരുടെ പ്രോൺസ് ടെമ്പൂരയാണ്, സെർവ്ഡ് വിത്ത് സ്വീറ്റ് സോയ സോസ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണം അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ടെങ്കിൽ, ബിക്കോസ് അതൊക്കെ ഡൈ ഫോർ ആണ്. അത്രയും സൂപ്പർബാണ് അവരുടെ ആ ഡിഷസൊക്കെ. ആൻഡ് എന്താണ് പറയുക, നമ്മൾ കേട്ട് പരിചയമുണ്ടെങ്കിലും നമ്മൾ ആ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ അവിടെ പോയി കഴിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതൊക്കെ യെസ് ഇറ്റ് ഈസ്, അതെന്താ പറയുക, ഒരു ഷെഫിൻ്റെ സിഗ്നേച്ചർ എന്ന് പറയുന്നതൊക്കെ അത്രയും ഇതാണ്. ആൻഡ് അവർ അവിടുന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയുണ്ടെന്ന്. ഷെഫ് ചോദിച്ചു, ഞാൻ അപ്പം തന്നെ റിപ്ലൈ പറഞ്ഞു ലൈക്ക് ഇറ്റ് ഈസ് ഓസം. അതിനെക്കുറിച്ച് വേറെ ഒന്നും തന്നെ പറയാനില്ല എന്നുള്ള രീതിയിൽ തന്നെ. ആൻഡ് കിച്ചു ഒരു ചിക്കൻ്റെ എന്താണ് ചിക്കൻ എന്തോ ഒരു പേര് എനിക്കത് വരുന്നുമില്ല. ആൻഡ് ഇറ്റ് വാസ് ഓൾസോ ഓക്കെ. എനിക്ക് അത്രയ്ക്ക് ഇതായില്ല എന്ന് വെച്ചാൽ മധുരം ഉണ്ടായിരുന്നു അതിൽ. ആൻഡ് അത് ഓക്കെ ആയിട്ടുള്ള രീതിയിലായിരുന്നു. പക്ഷേ പിള്ളേർ ഇഷ്ടപ്പെട്ടു, പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് എന്താണ് പറയുക, ഓക്കെ ആയിട്ടുള്ള രീതിയിൽ സംഭവം എന്താ വെച്ചാൽ ഇറക്കുന്ന സമയത്ത് ഒരു മധുരം ഉണ്ടായിരുന്നു അതിന്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ക്രാബ് സാലഡ് നമ്മൾ കംപ്ലീറ്റ് വടിച്ച് തുടച്ച് കഴിച്ചു കേട്ടോ. അവിടെ നാണക്കേടൊന്നും വിചാരിച്ചിട്ട് ഒരു ഇതുമില്ല. ഞാൻ ആ പ്ലേറ്റ് എടുത്തിട്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് കഴിച്ചു. ബിക്കോസ് ഇറ്റ് ഈസ് എ ഡൈ ഫോർ. അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയായിരുന്നു ക്രാബ് സാലഡ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ എന്തൊക്കെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇവർ സൂഷി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്ലസ് ഇവർ വേറൊരു സംഭവം, ഒരു റൈസ് കേക്കിൻ്റെ മുകളിൽ ഒരു ഇത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ബീഫിൻ്റെ റെസിപ്പിയാണ്. പക്ഷേ അതിങ്ങനെ എന്താണ് ചോറിനെ ഡീപ്പ് ഫ്രൈ ചെയ്തിട്ട് അതിന് എന്തോ ഒരു പേരുണ്ടായിരുന്നു, അത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ പിള്ളേർ കണ്ട് അവർക്ക് അവരുടെ ഫ്രണ്ട്സൊക്കെ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളൊരു സംഭവമായിരുന്നു. ഇത് ഞങ്ങളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യമാണ്, ദ ഒറിജിനൽ മീസോ സൂപ്പ് ഓഫ് ജപ്പാൻ. ഈ ജാപ്പനീസ് ക്വിസീൻ ഉണ്ടല്ലോ, നിങ്ങൾക്ക് വയറ്റിന് ഒരു കേടും വരില്ല. പക്ഷേ ഇവരുടെ ആ ഫ്ലേവർ നമുക്ക് ഇഷ്ടപ്പെടാൻ ഒരുപാട് സമയമെടുക്കും. എനിക്ക് തോന്നുന്നു എന്നെമാരിയുള്ള ഒരാളൊക്കെ ഏകദേശം ഒരു 1 ഇയറോളം എടുത്തിട്ടുണ്ട് ആ ഒരു മീസോ സൂപ്പിൽ വരുന്ന ആ ഒരു ഫെർമെൻറ്റഡ് സോയാബീനൊക്കെ നമുക്ക് മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഇഷ്ടപ്പെടാനും ആ ഫ്ലേവർ ഇഷ്ടപ്പെടാനും എല്ലാം തന്നെ എനിക്ക് അത്ര ടൈം എടുത്തു. പക്ഷേ വൺസ് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദെൻ ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഹെൽത്തിയസ്റ്റ് ഡിഷ്. അപ്പോൾ മീസോ സൂപ്പൊക്കെ ഇപ്പോൾ എത്ര സ്ഥിരമായിട്ട് 3 നേരം തന്നാലും കുടിക്കാൻ പറ്റും. ആ സീവീഡൊക്കെ ഉണ്ടായിട്ട് ഉള്ളിൽ ടോഫു ഒക്കെ ഇട്ടിട്ട് ഉള്ളതൊക്കെ 3 നേരം തന്നാലും കുടിക്കാൻ പറ്റും. ആ ഫ്ലേവർ അത്രയും നമുക്ക് ഇഷ്ടമാണ്. ആൻഡ് നമ്മളൊരു ജാപ്പനീസ് ടീ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് അരി വറുത്തിട്ട്, ജാപ്പനീസ് ടീയിൽ തന്നെ അരി വറുത്തിട്ടുള്ള ഒരു ടീ ആയിരുന്നു. അപ്പോൾ ഈ അരി വറുത്തിട്ടുള്ള ടീ ആകുമ്പോൾ എന്തായിരുന്നു എന്ന് വെച്ചാൽ പിള്ളേർക്ക് 2 പേർക്കും ഇഷ്ടമായില്ല. എന്താ വെച്ചാൽ അവർ പറയണത് ദോശയുടെ മണം വരുന്നു എന്നായിരുന്നു. പക്ഷേ സത്യത്തിൽ അത് അരി വറുത്തിട്ടിട്ടുള്ള സംഭവമായിരുന്നു. ആൻഡ് ഞാനും കണ്ണേട്ടനും അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. എന്താ വെച്ചാൽ ചൂടോടെ കുടിക്കുന്ന സമയത്ത് നല്ലൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി മീസോ സൂപ്പ്. അതായത് ജാപ്പനീസ് ക്വിസീൻ എവിടെ പോയി കഴിച്ചാലും എനിക്കൊരു ബൗൾ മീസോ സൂപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ്. എനിക്ക് അത്രയ്ക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ എഡിമാമെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിച്ച് ഇസ് ദ സോയ. അപ്പോൾ സോയ എന്ന് പറയുന്നത് ആണ് ഈ എഡിമാമെ എന്ന് പറയുന്ന സാധനം. അത് സ്പൈസി ആയിട്ട് തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എവ്രിബഡി വാസ് എൻജോയിങ്. ഒരു മോശം എന്ന് പറയാനേ നമുക്കില്ല. ഒരുപാട് റിവ്യൂസ് ഉള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് എന്താ പറയുക, പലതും നമ്മൾ ട്രൈ ചെയ്തിട്ട് അവരുടെ സിഗ്നേച്ചർ റെസിപ്പീസൊക്കെ എന്തായാലും ട്രൈ ചെയ്യണം. ഇത് സൺറൈസ് എന്തോ ഒരു ഡ്രിങ്ക് സൺറൈസ് എന്ന് പറഞ്ഞിട്ട് അതും സൂപ്പറായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ പറഞ്ഞില്ലേ അവരൊരു ബീഫിൻ്റെ കാര്യം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന്. ആ ഒരു റൈസ് കേക്കിൻ്റെ മുകളിൽ എന്തോ ഒരു ബീഫ്, അത്ര മാത്രമേ നമുക്കറിയുള്ളൂ. എനിക്കതിൻ്റെ പേരൊന്നും കൃത്യമായിട്ട് ഓർമ്മയില്ല. ആൻഡ് അവർ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു, അച്ഛനും മക്കളും കൂടിയിട്ട് അത് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ ആ ഭാഗത്തേക്ക് ഉണ്ടായിരുന്നില്ല. യെസ്, ഓരോ രാജ്യത്ത് പോകുമ്പോഴും ഓരോ രാജ്യത്തിലത്തെ ആ ഒരു ടേസ്റ്റും നമ്മൾ ആ കൾച്ചറും കസ്റ്റമും ഒക്കെ നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന സമയത്ത് നമ്മളത് ആക്സെപ്റ്റ് ചെയ്യണമല്ലോ. അത് അവർക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആ ഒരു രീതിയിൽ തന്നെയായിരുന്നു എന്നാണ് പറഞ്ഞത്.
പിന്നെ നമ്മൾ അവർ പറഞ്ഞിരുന്നത് ഒരു സൂഷിയാണ് കേട്ടോളൂ. ഈ സൂഷി ഞാൻ കഴിച്ചില്ല. ബിക്കോസ് എന്താ കാര്യം എന്ന് വെച്ചാൽ മുകളിൽ പച്ച മീനായിരുന്നു, അത് നമുക്ക് പറ്റില്ല. അതുകൊണ്ട് പച്ച മീനും കവിയാർ മീനിൻ്റെ ആ ഒരു മുട്ടയും അത്ര ലെവലിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. ഇനിയും നമ്മൾ ഒരുപാട് സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഞാൻ വെജിറ്റബിൾ സൂഷിയാണെങ്കിൽ കഴിക്കും, അതല്ലാതെ ഇവരെമാതിരി ഉള്ളത് ഞാൻ അത്രയ്ക്ക് പോയിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, മനു ഫുൾ ഇൻ്റർനാഷണൽ ക്വിസീൻ, അവനെ സംബന്ധിച്ചിടത്തോളം ഒരു രക്ഷയില്ല. അവന് എല്ലാ രീതിയിലും അവന് ഭയങ്കര ഇഷ്ടമാണ്. ഏട്ടനെ പോലെ തന്നെ വരുന്നുണ്ട് ഇപ്പം അനിയനും. അതെല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നത് കണ്ണേട്ടനും തന്നെയാണ്. ബിക്കോസ് കണ്ണേട്ടൻ ട്രാവലിംഗ് ഒരുപാടുള്ളത് കൊണ്ട് ഈ പിള്ളേരെ എല്ലാ ക്യുസീനിലേക്കും എക്സ്പോസ് ചെയ്ത് വിട്ടളയും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എൻ്റെ മെയിൻ ഡിഷാണിത് കേട്ടോ. ഇതാണ് മെയിൻ ഡിഷ്. നമ്മൾ ഈ വലിച്ചു വാരിയിട്ടൊന്നും അവിടെ കഴിക്കാൻ പറ്റില്ല. മെയിൻ ഡിഷ് എന്തായിരുന്നു നോക്കണമെങ്കിൽ ഗ്രിൽഡ് മഷ്റൂം ആയിരുന്നു. ആൻഡ് ഇറ്റ് വാസ് എ ഷിറ്റാക്കെ മഷ്റൂം, ഡൈ ഫോർ സൂപ്പർ. അതിൻ്റേതായിട്ടുള്ള ഓയിലിൽ ആ മഷ്റൂം ഗ്രില്ലായിട്ട് അത്രയ്ക്ക് സൂപ്പറായിരുന്നു എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് സൂപ്പറായിരുന്നു. അതിൽ തന്നെ വരുന്ന ഓയിൽ, അതിൽ തന്നെ വരണ ഫ്ലേവർ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇത്രയ്ക്ക് ടേസ്റ്റുള്ള ഒരു ഗ്രിൽ മഷ്റൂം ഞാൻ കഴിച്ചിട്ടില്ല. അത്രയ്ക്ക് സൂപ്പറായിരുന്നു എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് സൂപ്പറായിരുന്നു. എന്താണ് മഷ്റൂം ഗ്രില്ല് ചെയ്തിട്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പല സ്ഥലത്തു നിന്നും ഗ്രിൽഡ് മഷ്റൂം കഴിച്ചിട്ടുണ്ട്. അതിലൊക്കെ ഒരുമാതിരി ഞവുന്നായിരുന്നു. പക്ഷേ ഇവരുടെ ഗ്രിൽ മഷ്റൂം അറിയാതെ കേട്ടോ ഓർഡർ ചെയ്തത്, ഒരിക്കലും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഞാൻ വെജിറ്റേറിയൻ മതി എന്ന് പറഞ്ഞതുകൊണ്ട് ഗ്രിൽ മഷ്റൂം ആയിട്ടുള്ള രീതിയിൽ ഓർഡർ ചെയ്തതാണ്. ആൻഡ് ആ ഒരു എണ്ണയ്ക്ക് തന്നെ അത്രയ്ക്ക് പ്രത്യേകത ഉണ്ടായിരുന്നു. ആൻഡ് ഓരോരുത്തരും അത് എൻജോയ് ചെയ്തു. അത്രയും ഇഷ്ടപ്പെട്ട് കഴിച്ച ഒരു ഡിഷായിരുന്നു. വലുതായിട്ടുള്ള രീതിയിലുള്ള മെയിൻ ഡിഷസ് ഒന്നും അവിടെ ഇല്ല. മെയിൻ ഡിഷ് എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. അതല്ലാതെ ലൈക്ക് ഭയങ്കരമായിട്ട് ചോറ് അങ്ങനത്തെ ഇതായിട്ടുള്ള രീതിയിലൊന്നുമില്ല. പക്ഷേ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അവർക്ക്. ഓരോരുത്തർക്കും ആ ഒരു ടേസ്റ്റും ഫ്ലേവറും നമുക്ക് കഴിച്ചു നോക്കി നമുക്ക് പോകാൻ പറ്റും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. സോ എന്താണ് പറയുക, മഷ്റൂം അത്രയ്ക്ക് ഇഷ്ടപ്പെടാത്ത ഒരാളാണ് അവിടെ ഇരിക്കുന്നത്. പന്നീര്, മഷ്റൂം ഇതൊന്നും തന്നെ ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. ബട്ട് കണ്ണേട്ടൻ അടക്കം അത് ഇഷ്ടപ്പെട്ടു. അത്രയ്ക്കും സൂപ്പറായിട്ടുള്ള പ്രിപ്പറേഷനായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീണ്ടും ക്രാബ് സലാഡ് ഓർഡർ ചെയ്തു. ബിക്കോസ് രണ്ടാമത് ഓർഡർ ചെയ്യേണ്ട ലെവലിലേക്ക് ടേസ്റ്റ് അത്രയ്ക്ക് സൂപ്പറായിരുന്നു. അതുകൊണ്ട് ഇപ്രാവശ്യം നമ്മൾ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞിട്ട് രണ്ടാമതൊരു സാധനം ഓർഡർ ചെയ്യുക എന്ന് പറയണതിൻ്റെ അർത്ഥം എന്താ? സൂപ്പർ ഹിറ്റാണെന്നാണ് അർത്ഥം. അതുകൊണ്ട് ഈ ക്രാബ് സാലഡ് നമ്മൾ ഓർഡർ ചെയ്യുക മാത്രമല്ല, 2 പ്രാവശ്യം കഴിക്കൽ മാത്രമല്ല, അവിടുന്ന് പാക്കിംഗ് കൂടി ചെയ്തിട്ട് വന്നു. അത്രയ്ക്ക് സൂപ്പറായിരുന്നു ക്രാബ് സാലഡ്. അതിൽ ക്യുക്കുംബേഴ്സും ക്യാരറ്റും എന്തൊക്കെയാണ് ഇട്ടിരിക്കണമെന്ന് എനിക്കറിയില്ല, പക്ഷേ സൂപ്പർ. അത് കഴിഞ്ഞതും നമ്മുടെ ബർത്ത്ഡേ ആഘോഷം തുടങ്ങി. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday. Happy birthday to you. Many felicitations, congratulations. Thank you. And go ahead. Would you like me to receive that chocolate? Yes. Happy birthday. Thank you. Birthday. സോ നല്ലൊരു ചോക്ലേറ്റ് ചീസ് കേക്ക്. വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ കേക്ക് ഇറ്റ് വാസ്. ഇങ്ങനെ വലുതായിട്ടൊന്നും ഇല്ലെങ്കിലും ആ ടെക്സ്ചറും എല്ലാം തന്നെ സൂപ്പർബായിരുന്നു. ഞാൻ വെയിറ്റ് ചെയ്തിരുന്ന ഒരു കാര്യമാണ് മനു ഇല്ലാതെ എനിക്കൊരാഘോഷവും വേണ്ട എന്നുള്ളത്. സോ അവൻ തന്നെ എന്താണ് പറയുക, അവൻ വന്നതിന് ശേഷം ഞാൻ ചെയ്യുള്ളൂ എന്നുള്ളത് ഞാൻ കണ്ണേട്ടനോട് തീർത്തും പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ കേക്ക് മുറിച്ചിട്ട് ഫസ്റ്റ് ബൈറ്റ് കൊടുത്തത് അവൻ തന്നെയാണ്. സോ യെസ്, നമ്മൾ എന്താണ് പറയുക, കേക്ക് മുറിച്ചു, ആഘോഷം. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കിച്ചുവിന് കൊടുത്തു. രണ്ടാമതൊരു സംഭവം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിച്ച് വാസ് ഗ്രിൽ ചീസ് കേക്ക്. അത് സൂപ്പർ. എനിക്ക് ഈ ചോക്ലേറ്റിനെക്കാട്ടിലും, എനിക്ക് ചോക്ലേറ്റ് വലിയ പ്രിഫറൻസ് ഉള്ള ആളല്ല. ഇത് പിള്ളേർക്കാണ് ഭയങ്കര പ്രിഫറൻസ്. ഈ വൈറ്റ് കളർ സാധനം കണ്ടോ, അത് വന്നിട്ട് സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റായിരുന്നു. സോ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു 31st ഈവനിങ് ആൻഡ് എ വെരി വെരി ബ്യൂട്ടിഫുൾ ബർത്ത്ഡേ സെലിബ്രേഷനോട് കൂടിയിട്ട് നമ്മുടെ 31st ആൻഡ് January 1st എന്നുള്ളത്
നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു. സോ ഇതൊക്കെയാണ് ഞങ്ങൾ ചെയ്ത സംഭവങ്ങൾ. നിങ്ങൾക്കും ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും ഒരുപാട് വ്ളോഗ്സും വീഡിയോസും വരാൻ ഇരിക്കുന്നുണ്ട്. സോ കാത്തിരിക്കുക. തന്ന സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ്. വീണ്ടും നമുക്ക് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.